ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ നെയിം സ്ലിപ്പ് എഡിറ്റിംഗ് വീഡിയോ ആണ്. ഒരു A3 ഷീറ്റിൽ എത്ര നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്യാം, പിന്നെ നമ്മളെ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ട് നെയിം സ്ലിപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അപ്പം അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റ് നമുക്ക് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. ഞാൻ അവിടെ സ്പൈഡർമാനാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം അതിൽ കുറേ മോഡൽസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സെലക്ട് ആക്കാം. ഇതിൽ കുറേ മോഡൽസ് ഉണ്ടാവും. കുറേ കൂടെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓരോരോ മോഡൽസ് കാണാം. അപ്പോൾ അതിൽ ഇഷ്ടമായത് സെലക്ട് ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൽ 3 ഡോട്ട് കാണുന്നതാണ് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷന്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി പിൻട്രസ്റ്റിൽ സ്പ്ലാഷ് എഫക്റ്റ് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാനൊരു ഫോട്ടോ രസമായിക്കോട്ടെ വിചാരിച്ചിട്ട് സ്പ്ലാഷ് എഫക്റ്റ് കൊടുക്കുമല്ലോ ഫോട്ടോക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ കുറേ ഉണ്ടാവും, കുറേ മോഡൽസ് ഉണ്ടാവും. അപ്പോൾ അതിലൊരു മോഡൽ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ആക്കാം. പിന്നെ പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. അതിൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് അവിടെ ഏഡ് ഫോട്ടോ കൊടുക്കുക. പിന്നെ ഗാലറിയിലേക്ക് എത്തും. ഡൗൺലോഡ് ചെയ്ത സ്പ്ലാഷ് എഫക്റ്റ് സെലക്ട് ആക്കിയിട്ട് നല്ലോണം വലുതാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെയും ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നമ്മളെ ഫോട്ടോ സെലക്ട് ആക്കാം. അതിൽ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴെ. ആ ബ്ലെൻഡിൽ ലൈറ്റൻ പറഞ്ഞതാണ് വേണ്ടിയത്. പിന്നെ ഫോട്ടോ സേവ് ചെയ്യാം. എന്നിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ചിൽ നെയിം സ്ലിപ്പ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. നെയിം സ്ലിപ്പിൻ്റെ ടെംപ്ലേറ്റ്സ് വരും. അത് സെലക്ട് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് പോവാം. അപ്ലോഡ് ഇമേജ് പോയിട്ട് ഡിവൈസ് പോവാം. ഡിവൈസിൽ നിന്ന് ഫോട്ടോ ലൈബ്രറി എടുത്തിട്ട് നമ്മൾ സെലക്ട് ആക്കിയ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ആ ഫോട്ടോ സെലക്ട് ആക്കിയിട്ട് ഒരു സൈഡിലാക്കി വെച്ച് കൊടുക്കാം. നല്ല കുറച്ച് വലുതാക്കി വെച്ച് കൊടുത്തിട്ട് മറ്റേ കാർട്ടൂണിൻ്റെ ഫോട്ടോ അപ്ലോഡ് പോയിട്ട് സെലക്ട് ആക്കാം. എന്നിട്ടും അത് ഇതേമാതിരി തന്നെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് ഇപ്പം വീഡിയോ കാണുന്നമാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ താഴെ ഉണ്ടാവും ട്രാൻസ്പെറൻസി പറഞ്ഞിട്ടുണ്ടാവും ലാസ്റ്റിലേക്ക്. അത് സെലക്ട് ആക്കിയിട്ട് ഇപ്പം നമ്മൾ ഈ കാർട്ടൂണിൻ്റെ ഫോട്ടോൻ്റെ കുറച്ചൊന്ന് അതിൻ്റെ ബ്രൈറ്റ്നെസ് ഇങ്ങനെ കുറച്ച് കൊടുക്കാം. പിന്നെ ടെക്സ്റ്റ് പോയിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നമ്മളെ നെയിം എന്തെങ്കിലും എഴുതി കൊടുക്കാം. അപ്പോൾ അതിൽ താഴത്തിന് കുറേ ഫൗണ്ട് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫൗണ്ട് സെലക്ട് ആക്കിയിട്ട് അവിടെ സെറ്റാക്കി വെച്ച് കൊടുക്കാം. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake. പിന്നെയും ടെക്സ്റ്റ് പോവാം. എന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ സബ്ജക്റ്റ് അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതേണ്ട. സബ്ജക്റ്റ്, ക്ലാസ്, ഡിവിഷന്, സ്കൂള്, റോൾ നമ്പർ, അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതി കൊടുക്കണ്ടേ. അങ്ങനെ സബ്ജക്റ്റ് എഴുതിയിട്ട് എലമെൻറ്റ്സ് പോയിട്ട് അതിലുണ്ട് ഡോട്ട്സ് പറഞ്ഞിട്ട്. ആ ഡോട്ട്സ് സെലക്ട് ആക്കിയിട്ട് ഇതേമാതിരി വെച്ച് കൊടുക്കുക. അങ്ങനെ ബാക്കിയെല്ലാം ചെയ്യാം ഇതേപോലെ തന്നെ. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's
what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. അപ്പം എല്ലാം ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മേലെ കാണുന്ന ഏരോ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താക്കാം, ഡൗൺലോഡിങ് കാണിക്കുന്നുണ്ട്. ക്യാൻവയിൽ A3 ഡോക്യുമെൻ്റ് സെലക്ട് ആക്കാം. എന്നിട്ട് അപ്ലോഡ് പോയിട്ട് നമ്മളെ ഗാലറിയിലേക്ക് എത്തും. എന്നിട്ട് നമ്മളെ നെയിം സ്ലിപ്പ് എഡിറ്റ് ചെയ്തത് സെലക്ട് ആക്കിയിട്ട് നമ്മൾ A3 ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുക. വൈറ്റുള്ളതൊരു വേറെ കളറാക്കി കൊടുക്കുക. അപ്പോൾ ഒരു റോല് 5 എണ്ണമാണ്. അപ്പം അങ്ങനെ നമുക്ക് 30 എണ്ണം ഒരു A3 ഷീറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ നെയിം സ്ലിപ്പിൻ്റെ ഫോട്ടോ ഒന്നിങ്ങനെ സെലക്ട് ആക്കി കൊടുക്കുക. 5 എണ്ണം വരുന്ന വിധത്തിൽ. പിന്നെ ഒന്ന് ഫുള്ള് സെലക്ട് ആക്കിയിട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ A3 30 എണ്ണം ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് പ്രിൻ്റ് ഷോപ്പിലൊക്കെ അയക്കുക. സ്റ്റിക്കർ പ്രിൻ്റാണ് എടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ക്രാഫ്റ്റ് പേജ് ഞാൻ താഴെ കൊടുക്കുക. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം.